വിഷുദിനം പിന്നിടുമ്പോഴും ദുരിതമൊഴിയാതെ പാലക്കാട്ടെ കർഷകർ. രണ്ടാം വിള കൊയ്ത്ത് കഴിഞ്ഞിട്ടും നെല്ല് സംഭരണം പൂർത്തിയായിട്ടില്ല. വിളവ് കൂടിയെങ്കിലും സംഭരിക്കുന്ന നെല്ലിന്റെ അളവ് സപ്ലൈകോ ഉയർത്താത്തത് തന്നെയാണ് പ്രതിസന്ധിയായി തുടരുന്നത്. കാർഷിക സംസ്കാരത്തിന്റെ ഉത്സവമായ വിഷുദിനം പിന്നിടുമ്പോഴും പാലക്കാട്ടെ കർഷകർ പ്രതീക്ഷ നശിച്ച സ്ഥിതിയിലാണ്. പാലക്കാട്ടെ കാർഷിക ഗ്രാമമായ മാത്തൂരിൽ 10,000-ലധികം ചാക്ക് നെല്ലാണ് സർക്കാരിന്റെ അപ്രായോഗികമായ ഉത്തരവുകളിൽ കുടുങ്ങി കെട്ടിക്കിടക്കുന്നത്. മാത്തൂരുകാർക്ക് ഇക്കുറി വിളവ് സമൃദ്ധമായി ലഭിച്ചു. പക്ഷേ കൊയ്ത്ത് കഴിഞ്ഞ് നെല്ലുണക്കി ചാക്കിലാക്കിയിട്ട് 1.5 മാസമായി. നെല്ല് സംഭരിക്കാൻ ആരുമെത്തിയില്ല. എന്നു കൊണ്ടുപോകുമെന്നറിയാതെ ദുരിതം പേറി കഴിയുകയാണ് കർഷകർ. നെല്ല് വിറ്റ് തുക കിട്ടി വിഷു ആഘോഷിക്കാനിരുന്നവർക്ക് നിരാശ മാത്രമാണ് ബാക്കി. ഒന്നാം വിള മോശമായിരുന്നുവെന്നും രണ്ടാം വിളയിൽ നല്ല വിളവുണ്ടെങ്കിലും കുറഞ്ഞ വിലയ്ക്ക് സ്വകാര്യ മില്ലുകാർക്ക് വിൽക്കാൻ കർഷകർ നിർബന്ധിതരാവുകയാണെന്നും കർഷകർ പറയുന്നു. വിഷുവിൻ്റെ ആഘോഷം ഞങ്ങൾക്കില്ല. വിഷു വലിയ പ്രതിസന്ധിയിലാണ് കടന്നു പോകുന്നത്. കർഷകരെ സംബന്ധിച്ചും സമൃദ്ധമായിട്ട് ഈ പ്രാവശ്യം വിളവുണ്ടായിരുന്നു, ആഘോഷിക്കേണ്ട സമയമാണ്. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഇത് കൃത്യസമയത്ത് പ്രൊക്യൂർ ചെയ്യാനോ അതല്ലെങ്കിൽ അതിന് പണം കിട്ടാനുള്ള ഒരു സൗകര്യം സർക്കാർ ഒരുക്കാത്തതിൻ്റെ പേരിൽ ഇന്ന് വലിയ ആദിയിലും ആശങ്കയിലാണ് കർഷകർ. കർഷക കുടുംബങ്ങളിലൊക്കെ വലിയ നിരാശയാണ് ഉണ്ടായിട്ടുള്ളത്. വളരെ ഒരു ബമ്പർ ക്രോപ്പ് ആഹ്ലാദിക്കേണ്ട സമയമാണ്. സാധാരണ കിട്ടുന്നതിൽ കൂടുതൽ നെല്ല് കിട്ടി എന്നുള്ളതാണ് ഈ പ്രാവശ്യത്ത് കൂടുതൽ പ്രതിസന്ധി. ഈ നെല്ല് ആരെടുക്കും? സർക്കാരിൻ്റെ സംവിധാനം പറയുന്നു 2200 കിലോ ആണ് സർക്കാർ തീരുമാനിച്ചത്. അത് വേണമെങ്കിൽ ഒരു 2500 എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ വിളവ് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അത് എവിടെ കൊടുക്കും, ആരെടുക്കും, എങ്ങനെ കൊടുക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ആശങ്കയുണ്ട്. ഇപ്പോൾ ഈ സമൃദ്ധമായ ഒരു വിഷു ആഘോഷിക്കാൻ കഴിയണമെങ്കിൽ ഞങ്ങളുടെ ഉൽപ്പന്നം വിറ്റ് അതിൻ്റെ പണം കിട്ടണം. നേരത്തെ ഇവിടുത്തെ കർഷക സുഹൃത്ത് പറഞ്ഞതുപോലെ കുട്ടികൾക്ക് കൈനീട്ടം കൊടുക്കാൻ പോലും കാശില്ലാത്ത ഒരവസ്ഥ. ബാങ്കുകളിൽ നിന്നാണെങ്കിൽ എടുത്ത പണം തിരിച്ചടയ്ക്കാൻ വയ്യാത്ത അങ്ങനെയുള്ളൊരു സാഹചര്യം. ഇപ്പോൾ ഗവൺമെൻറ് ഇത് എന്നെടുക്കും, എങ്ങനെ എടുക്കും, എപ്പോഴെടുക്കും എന്നുള്ളതിനെക്കുറിച്ച് ചോദിച്ചാൽ വ്യക്തമായിട്ടൊരു മറുപടിയില്ല. ഇപ്പോൾ സിവിൽ സപ്ലൈസ് പറയുന്നു സഹകരണ സംഘങ്ങളിലാണെന്ന് പൈസ തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പല ആളുകൾക്കും സഹകരണ സംഘങ്ങളിൽ അക്കൗണ്ട് ഇല്ല. പലപ്പോൾ ഇനി പുതിയതായിട്ട് അക്കൗണ്ട് എടുക്കണം എന്നാണ് അവർ പറയുന്നത്. അതിൻ്റേതായിട്ടുള്ള നോംസുകൾ ഇനി അവിടെ പോകുമ്പോൾ അവരുടേതായിട്ടുള്ള ബാധ്യതകളും പ്രശ്നങ്ങളും അത് വേറെ വരുന്നത്. അങ്ങനെ ഇത് എല്ലാ കാലഘട്ടങ്ങളിലും കുറേ വർഷങ്ങളായിട്ട് ഇത് പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഇത് പറഞ്ഞ് ഞങ്ങളും എടുത്തു. സർക്കാർ ഏതെങ്കിലും സംവിധാനത്തിലൂടെ സഹായിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ കൃത്യമായൊരു ഫണ്ട് ഇതിനു വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് സംഭരണ പ്രക്രിയ എത്ര വലിയ കീറാമുട്ടിയാണ്. ഇതിന് മുൻകാലങ്ങളിലൊക്കെ സംഭരണം നടന്നിട്ടുണ്ടല്ലോ. ഒരിക്കലും ഒരു ക്രൈസിസ് ഈ മേഖലയിൽ ഇത്രമാത്രം ഉണ്ടായിട്ടില്ല. ഇത് വളരെ സങ്കീർണമായ പ്രശ്നങ്ങളായിട്ട് ഇന്ന് കൃഷിയെ അവഗണിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒരു കാരണവശാലും ഈ രീതിയിൽ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുകയാണ് സർക്കാർ എന്ന് പോലും ഞങ്ങൾ സംശയിക്കുന്നു. അധിക വിളവ് കർഷകർക്ക് ബാധ്യതയായിരിക്കുകയാണിപ്പോൾ. പ്ലാസ്റ്റിക് ചാക്കിലാക്കി ദിവസങ്ങളോളം സൂക്ഷിക്കുന്ന നെല്ലിൽ താനെ ഈർപ്പമുണ്ടാവുകയും വീണ്ടും ഉണക്കി സൂക്ഷിക്കേണ്ടി വരികയും ചെയ്യുന്നത് ചിലവ് വർദ്ധിക്കാനിടയാക്കുന്നു. കൃഷി എൻ്റെ നെല്ലാണിത്. ഇത് ഒരു മാസക്കണക്കിലായി, 1 മാസത്തിൽ കൂടുതലായി, 1.5 മാസമായി. ഇതേമാതിരി കഴിഞ്ഞ സീസൺ ഇതേമാതിരി വെച്ചിട്ട് ഉണങ്ങി വീർപ്പമായിട്ട് മുളച്ചു പറഞ്ഞിട്ട് 2 പ്രാവശ്യം ഉണക്കേണ്ടി വന്നു. 2 ഉണക്കിയിട്ടാണ് കൊണ്ടുപോയി എടുത്തത്. ഉണക്കിയിട്ടാണ് അവരെടുത്തത്. പറ്റില്ല പറഞ്ഞ് നമ്മൾ കാണിക്കുന്നില്ല. അതുകൊണ്ട് ഒരു 10,000-20,000 15,000 അടുത്തുണ്ടാവുന്നില്ല. മഴ വീണ്ടും പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് ഒന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് കണ്ടിട്ട് പോയിട്ടുണ്ട്, വന്നിട്ടില്ല ഇവരെ. കർഷകരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ ഒരു കാലത്തും സർക്കാരിന് കഴിയുന്നില്ലെന്നാണ് പരാതി. മാറിയിപ്പോൾ മാറി ഉള്ളിൽ കൊട്ടിയിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞ് ചാക്കിലാക്കിയിട്ട് വീണ്ടും 15 ദിവസം കഴിഞ്ഞ് ചാക്ക് മൂട്ടിയിട്ട് അപ്പം മഴ പെയ്താൽ പോയത് ഈ സീറ്റിൻ്റെ ഇടയിൽ ഒരു കാലത്ത് വെച്ച് നൊടുവ് നെല്ലെടുക്കാൻ പോകുമ്പോൾ 4 ചാക്ക് മുളച്ചു 1 മാസം കഴിഞ്ഞത്. അതേമാതിരി ആകെ വേണ്ടപ്പോൾ പേടിച്ചിട്ടായിരിക്കും താഴെ പെയ്തിട്ടിരിക്കുന്നത്. എത്ര കാലം ഇരിക്കുന്നത്? ഇത് വെറുതെ അവിടെ ചേരണം ഇവിടെ ചേരണം എന്തേ വേണം. മുസ്ലിമിൻ്റെ ആഘോഷം പോയി. ഇനിയിപ്പോൾ മുസ്ലിം ആഘോഷിക്കില്ല. ഈ നെല്ല് കൊണ്ട് കാശ് കിട്ടി മുസ്ലിം ആഘോഷിക്കില്ല. ഇത് ഓണം ആഘോഷിക്കണമല്ലോ. പിന്നെ ആ ലെവലിലാണ്. അപ്പോഴും കിട്ടില്ല. ആ ലെവലിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഒരു മാസം കൂടി ഒരു മഴ പാറിക്കഴിഞ്ഞാൽ എന്തായാലും ഈർപ്പം കയറും. ഈർപ്പം കയറിക്കഴിഞ്ഞാൽ മുളയ്ക്കും മില്ലുകാർ ഞങ്ങൾ എടുക്കില്ല എന്ന് പറയും. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് എപ്പോൾ എടുക്കണമെന്ന് ഇപ്പോൾ ഒരു തീരുമാനത്തെത്തിയില്ല. ആരുടെയൊക്കെ വളരെ റെയർ കേസുകൾ ഒരു ലോഡ് വന്ന് കയറിപ്പോകണമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഒരു 10 ദിവസം കണ്ടിന്യൂ ആയിട്ട് പോയാലും തീരാത്ത നെല്ല് ഇപ്പോൾ ഞങ്ങളുടെ ഈ മാത്തൂരിൽ തന്നെ കിടക്കുകയാണ്. അപ്പോൾ അത് അവർ വേണം മില്ലിൽ ഗോഡൗണ് ഇല്ല, നെല്ലില്ല, സ്റ്റോർ ചെയ്യാനില്ല, മറ്റു വണ്ടിയില്ല, അത് മറ്റേ കൃഷി വികസന കാർഡ് തരാൻ ആളില്ല, അവിടെ മില്ലുകാർ ആളിനെ വെച്ചിട്ടില്ല എന്നൊക്കെ എന്തൊക്കെയോ ന്യായങ്ങൾ പറയണം. ഇത് ഏതാ ശരി തെറ്റെന്നൊന്നും എന്തായാലും ഈ അടുത്ത ഫസ്റ്റ് ക്രോപ്പ് ഇടേണ്ട പരിപാടി ആലോചിച്ചില്ല. കാരണം കൃഷിക്കാരൻ ഓട്ടോമാറ്റിക് പുറകോട്ട് പോവുകയാണ്. കഴിഞ്ഞ ഫസ്റ്റ് ക്രോപ്പ് 4 ടേം നെല്ല് കിട്ടിയിട്ടുള്ളൂ. ഇതെവിടെ കൊണ്ട് നികത്താൻ കഴിയും? അപ്പോൾ ആ നിലയ്ക്ക് പോവുകയാണെങ്കിൽ കൃഷി ഉപേക്ഷിച്ച് തുടങ്ങും ആൾക്കാരെ ഏകദേശം.
ചാക്കിലാക്കി സൂക്ഷിച്ച നെല്ലിൽ പൂപ്പൽ ബാധിച്ചാൽ കർഷകരുടെ മാസങ്ങളോളമുള്ള അധ്വാനം വിഫലമാവുമെന്നാണ് കൃഷി കൊണ്ട് ഉപജീവനം നടത്തുന്ന മാത്തൂരിലെ കർഷകർ പറയുന്നത്. UTV ന്യൂസ്, പാലക്കാട്.